ദൈവികാനുഭവം യുവജനങ്ങളുടെ ഹൃദയത്തിൽ സമ്മാനിച്ച ദിനങ്ങളായിരുന്നു ജാഗോ 2025 കോൺഫറൻസ് എന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. യുവജനങ്ങളാണ് സമൂഹത്തിന്റെ ഭാവിയെന്നും അവരുടെ സമർപ്പണം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറുമെന്നും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഷിക്കന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു. ഈ കഴിഞ്ഞ ഡിസംബർ 28 മുതൽ 31 വരെയായിരുന്നു ബാംഗ്ലൂർ ക്രൈസ്റ്റ് അക്കാഡമിയിൽ വെച്ച് ജീസസ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ജാഗോ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ രണ്ടാമത്തെ പ്രാവശ്യം നടത്തിയത്. 2023 ഒക്ടോബറിലായിരുന്നു അതിൻ്റെ ആദ്യം ബാംഗ്ലൂർ തന്നെ ക്രൈസ്റ്റ് അക്കാഡമിയിൽ വെച്ച് നടന്നത്. അന്ന് 17,000 യൂത്ത് കുടുംബങ്ങളോടൊപ്പം ഉള്ള മറ്റ് ജീസസ് യൂത്തിലെ അംഗങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് വലിയൊരു സംഭവമായിരുന്നു. ഈ പ്രാവശ്യം യുവജനങ്ങളാണ് 10,000 പേര് ഒരുമിച്ച് വന്നത്. ഈ 4 ദിവസത്തെ കോൺഫറൻസ് യഥാർത്ഥത്തിൽ ഒരു വലിയ ദൈവിക അനുഭവം യുവജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അനുഭവിച്ച ഒരവസരമായിരുന്നു. അവർക്കിപ്പോഴും ക്രിസ്തു ജീവിതത്തിൽ വലിയ അർത്ഥവും ആവേശവും നൽകുന്നു എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അവസരമായിരുന്നു ജാഗോ 2025. ഈ 10,000 യുവജനങ്ങൾ അവർ ഒരുമിച്ച് വന്നു, ആടി പാടി നൃത്തം ചവിട്ടി, പക്ഷേ വചനം ശ്രവിച്ചു, ആരാധിച്ചു. അതിലൂടെയൊക്കെ അവരുടെ ഹൃദയം ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു അനുഭവമായിരുന്നു യൂത്തിനുള്ളത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്: യുവജനങ്ങൾക്ക് സ്വീകാര്യമായ വിധത്തിൽ, അവരെ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ സഭ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവർ സഭയോടൊപ്പം നിൽക്കും. അവർക്ക് അരോചകമായ വിധത്തിലാണ് നമ്മുടെ സംവിധാനങ്ങളും പരിപാടികളുമെങ്കിൽ അവർ സാവധാനം അകന്നു പോകും. ജാഗോ ആ വിധത്തിൽ നമുക്ക് ഒരു വലിയ പാഠമായിരുന്നു. അവരെ ത്രസിപ്പിക്കുന്ന വിധത്തിൽ, അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിലുള്ള പ്രോഗ്രാം നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ആയിരിക്കണം അത് സംഘടിപ്പിക്കേണ്ടതും. അത് ഹൃദയത്തിലേറും, അവരത് ആവേശമായി മാറും, അവർ ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള അവസരമാക്കിയെടുക്കും. യുവജനങ്ങളെ ചേർത്ത് നിർത്തണം. കാരണം ദേ ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ ചേർച്ച് ആൻഡ് ദ സൊസൈറ്റി. അവരാണ് സഭയുടെ, സമൂഹത്തിൻ്റെ ഭാവി. അവരുടെ സമർപ്പണം, പ്രത്യേകിച്ച് ക്രിസ്തു കാണിക്കുന്ന ധാർമ്മികതയുടെയും സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും ഒക്കെ ആ ആദർശം അവരുടെ ഹൃദയത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സഭ വളരെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാനാകും. പൊതുസമൂഹത്തിന് അവരുടെ ജീവിതാനുഗ്രഹമായിട്ട് മാറും.